കടുവ ഭീതിയിൽ തുവ്വൂർ, നീലാഞ്ചേരി, കുണ്ടലാംപാടം, പാറക്കടവ് ഗ്രാമങ്ങൾ. പുലർച്ചെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ നേരിൽ കണ്ടതായി പറഞ്ഞത്. സംഭവത്തെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുവ്വൂർ, കാളികാവ് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പാറക്കടവിലാണ് കടുവയെ കണ്ടതായി പറയുന്നത്. ചോക്കാട് കല്ലാമൂല സ്വദേശി പുളിവെട്ടിക്കാവിൽ ദാസൻ കഷ്ടിച്ചാണ് കടുവയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പാറക്കടവിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടെയാണ് ദാസൻ കടുവയെന്ന് തോന്നിപ്പിക്കുന്ന രൂപം കണ്ടത്. പിന്നീട് അടുത്തു ചെന്നപ്പോൾ തനിക്ക് നേരെ പാഞ്ഞെടുത്തെന്നും സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ കയറാൻ കഴിഞ്ഞതിനാൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നും ദാസൻ പറഞ്ഞു. ഞാനിവിടെ ടാപ്പിങ്ങിന് വന്നതാണ്. 2-3 തവണയായി കടുവേനെ കാണുന്നത്. അതിൽ ഒരു തവണ കണ്ണു മാത്രമേ കണ്ടുകിട്ടുള്ളൂ. 2 തവണയും കണ്ടതാണ്. ഇപ്പം മിനിഞ്ഞാന്നാണ് ഇന്നലെ ഈ സംഭവം നടന്നത്. അവൻ്റെ മുന്നിലേക്ക് ചാടുകയും കടുവ ചാടി ഞാൻ ബൈക്കിന് എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറുക ചെയ്തത്. കടുവന്നെയാണ്. വരല്ലേ കടുവ. ഏകദേശം എത്ര വലിപ്പം ഉണ്ടാവും? ഏകദേശം ഈ ഉയരം ഒരു 25-30 ഇഞ്ച് ഉയരം. നല്ല നീളമുണ്ട്. ഒരു തവണ മാത്രമാണോ നിങ്ങൾ കടുവനെ കണ്ടത്? 2 തവണ. 2 തവണ കണ്ടു. ഒരു തവണ ഇതന്നെയാണെന്നില്ല, ഒരു മുഖം അത്രയും തടിപ്പ് കണ്ടതുകൊണ്ട് അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കണ്ടത് ഒരു 7 മാസമായിട്ടുണ്ടാവും. ഇതേ തോട്ടത്തിൽ വെച്ച് മറ്റൊരു ടാപ്പിംഗ് തൊഴിലാളിയായ നെല്ലിക്കോടൻ ജനാർദ്ദനനും മാസങ്ങൾക്ക് മുൻപ് കടുവയെ കണ്ടതായി പറഞ്ഞിരുന്നു. എന്നാൽ അന്നത് ആരും കാര്യമായി എടുത്തില്ല. സംഭവം ഞാനാണ് ഫോണിൽ മേശരിനെ വിളിച്ചറിയിച്ച് പെട്ടെന്ന് ഫോറസ്റ്റുകാരെ വിളിച്ച് മേശരി കൊണ്ടുവന്നു. ആകെ കാട്ടിൽ കൂടെ തെരഞ്ഞ് അവർ ചവിട്ട് കാണുന്നില്ല എന്നൊക്കെ പറയുന്നത്. ചവിട്ട് ഇപ്പോൾ ഭൂമിയെ കുറച്ച് കിടക്കല്ലേ, ചവിട്ടൊന്നും കാണൂല, പുല്ലൊക്കെ മാറി കിടക്കുന്നുണ്ട്. കടുവയെ കണ്ടെന്ന് പറയുന്ന റബ്ബർ തോട്ടത്തിനടുത്ത് കേസിൽപ്പെട്ട് കിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ഇതിൽ 30 വർഷത്തോളമായി കാട് മൂടി കിടക്കുകയാണ്. ഇവിടെ ആനകൾ നിന്നാൽ പോലും കാണാൻ കഴിയാത്തത്ര കാടാണ്. ഇവിടെയാകാം കടുവയുടെ താവളമെന്നും നാട്ടുകാർക്ക് സംശയമുണ്ട്. മാസങ്ങൾക്ക് മുൻപ് ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ വകവരുത്തിയ റാവുത്തൻകാടും പാറക്കടവിന് സമീപ പ്രദേശമാണ്. തുടർന്ന് കാട്ടുപന്നികളുടേതടക്കമുള്ള ജഡങ്ങളും കണാരൻപടിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. മലയോര ഹൈവേക്ക് അപ്പുറവും ഇപ്പുറവുമാണ് കണാരൻപടിയും കാടുമൂടിക്കിടക്കുന്ന ഭൂമിയുമുള്ളത്. അതുകൊണ്ട് തന്നെ കടുവയുടെ സാന്നിധ്യം തള്ളിക്കളയാനുമാകില്ല. മാമ്പ്രക്കുന്ന് SC ഉന്നതിയിലെ നിരവധി വീടുകൾ ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് കടുവയുടെ സാന്നിധ്യം ഉള്ളതായി പറയുന്നത്. അതിനാൽ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വാർഡ് അംഗം മുനീർ കുരിക്കൽ പറഞ്ഞു. മുമ്പാണ് ഈ പറഞ്ഞ തൊഴിലാളി ഈ തോട്ടത്തിൽ നിന്ന് കണ്ടു എന്ന് ആദ്യമായിട്ട് പറയുന്നത്. അന്ന് ആളുകൾ അത് കൂടുതൽ കാര്യമായിട്ട് എടുത്തില്ല, ഒരു വെറുമ്പാക്കായിട്ട് തള്ളി. കഴിഞ്ഞ ഒരാഴ്ച മുമ്പും ഇയാൾ ഈ കടുവനെ ഇവിടുന്ന് കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്നലെ രാവിലെ വളരെ നേരത്തെ ഒരു 3 മണിയാകുമ്പോഴേക്കും അവർ ടാപ്പിങ്ങിന് തോട്ടത്തിൽ എത്താറുണ്ട്. ആ വരുന്ന വഴിക്കാണ് ഈ സാധനത്തിനെ കണ്ടത്. ഇയാളടുത്തൊക്കെ പാഞ്ഞെടുത്തപ്പോൾ അയാളൊരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചതെന്നാണ് അയാളുടെ സംസാരത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും അധികാരികൾ ഇതിന് തക്കതായ നടപടികൾ കൈക്കൊണ്ട് ആളുകളുടെ ഭീതി അകറ്റണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വനം വകുപ്പ് സ്ഥലത്തെത്തിയെങ്കിലും കാര്യമായ പരിശോധനകളൊന്നും നടത്തിയില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.